ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വാട്ടർ സിസ്റ്റം, വൺ കമ്പോണൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് പെട്ടെന്ന് വരയ്ക്കുക, അതിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് ഇൻ ഇക്വിലിബ്രിയം ഏതൊക്കെയാണ്, ട്രിപ്പിൾ പോയിൻ്റ് എന്താണ്, മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. ഈ വാട്ടർ സിസ്റ്റം നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അടുത്ത വൺ കമ്പോണൻറ്റ് സിസ്റ്റം, ദറ്റ് ഈസ് സൾഫർ സിസ്റ്റം, ഈസി ആയിട്ട് വരയ്ക്കാം. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. സൾഫർ സിസ്റ്റം വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിച്ച് വരയ്ക്കണം. അതായത് ഇവിടെ നമ്മൾ ആദ്യത്തെ ട്രിപ്പിൾ പോയിൻ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ട്രിപ്പിൾ പോയിൻ്റിൽ നിന്നുള്ള കർവ് ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത കർവ് നമ്മൾ ബോട്ടമിൽ നിന്ന് ഡിഫറെൻ്റായിട്ട് ഇങ്ങോട്ടാണ് ഒരു ചരിവ് വന്നേക്കുന്നത്. കാരണം ഇനി നമ്മൾ വരയ്ക്കുന്ന കർവ്, ഈ കർവും അടുത്ത വരയ്ക്കാൻ പോകുന്ന കർവും തന്നെ ഇങ്ങനെ അല്പം ബെൻഡ് ചെയ്താണ് വരയ്ക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അടുത്ത ഇവിടെ വരാൻ പോകുന്ന കർവ് കുറച്ച് സൂക്ഷിച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പിൾ പോയിൻ്റ് കിട്ടുന്നത്. അത് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. ഇനി വീണ്ടും ഇവിടെയും ഒരു ട്രിപ്പിൾ പോയിൻ്റ് കിട്ടുന്നു. അതും ഇങ്ങനെ ചരിഞ്ഞ് തന്നെ വരണം. അതുകൊണ്ട് സ്ട്രെയിറ്റ് അല്ല, അതും ഇങ്ങനെ ചരിഞ്ഞാണ് വരുന്നത്. സോ ഇത് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പിൾ പോയിൻ്റ് എടുക്കാം. ഇതിന് ശേഷം വരുന്ന കർവ് അത് കുറച്ച് മുകളിലേക്കാണ്. ഇവിടെ നമുക്ക് സൾഫർ വേപ്പറാണ്. ഇവിടെ എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് സൾഫർ വേപ്പറാണ്. ഇവിടെയും സൾഫർ വേപ്പറാണ്. ഇവിടെ സൾഫർ സോളിഡാണ്, പക്ഷേ സൾഫർ റോംബിക് ഫോമിലാണ് കാണുന്നത്. ഇവിടെയും സൾഫർ സോളിഡാണ്, സൾഫർ മോണോക്ലിനിക് ഫോമിലാണ് കാണുന്നത്. ഇവിടെ സൾഫർ ലിക്വിഡാണ്. സോ ഇവിടെ നമുക്ക് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ ആദ്യത്തെ ട്രിപ്പിൾ ബോട്ടന് ചെയ്ത പോലെ നമ്മളിവിടെ ഫസ്റ്റ് ട്രിപ്പിൾ പോയിൻ്റ് കൊടുക്കുന്നു, O. എന്നിട്ട് ഈ കർവിന് നമ്മൾ ഇവിടെ A എന്ന് പേരിടുന്നു. Then there is another point, that is the B point. Again C എന്ന് പറയുന്നത് ഈ കർവ് ഇവിടെ പോയിട്ട് C ആകുന്നു, ഇവിടെ D ആകുന്നു, ഇവിടെ E ആകുന്നു. ഇത്രയും പോയിൻറ്റ്സാണ് ഈ കർവിനകത്തുള്ളത്. അപ്പം നമ്മളിനി നേരത്തെ പറഞ്ഞു ഇത് ലിക്വിഡ് നമ്മൾ കൂള് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ്. അപ്പോൾ ഇവിടെ ഈ കർവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോന്നിൻ്റെ പേരെഴുതാം. അപ്പോൾ നമുക്ക് ഇതെന്താണ്, in this curve there is sulfur rhombic is in equilibrium with the sulfur monoclinic, and here sulfur monoclinic is in equilibrium with the sulfur liquid. Here sulfur liquid is in equilibrium with the sulfur vapor. Here sulfur monoclinic is in equilibrium with the sulfur vapor. Here സൾഫർ റോംബിക് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൾഫർ വേപ്പർ. ഇങ്ങനെയാണ് ഇവിടുത്തെ കേർവ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3 കർവ്. ഇത് നമുക്കിപ്പോൾ സോളിഡും ലിക്വിഡും ആണെങ്കിൽ നമുക്കതിനെ ഒരു മെൽറ്റിംഗ് പോയിൻറ്റ് കർവ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്യൂഷൻ കർവ്. ഇത് ഫ്യൂഷൻ കർവാണ്, കാരണം സോളിഡും ലിക്വിഡുമാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് വേപ്പറൈസേഷൻ കർവാണ്, അല്ലെങ്കിൽ വേപ്പർ പ്രഷർ കർവാണ്. വേപ്പർ പ്രഷർ കർവ്. ഇനി ഇതെന്ന് പറയുന്നത് സോളിഡും വേപ്പറുമാണ്. സോ ദിസ് ഈസ് സബ്ലിമേഷൻ. അഗെയിൻ ദിസ് ഈസ് ഓൾസോ സബ്ലിമേഷൻ. ഇതും ഒരു സബ്ലിമേഷൻ കർവാണ്. അത് എസ് റോംബിക്കും എസ് വേപ്പറുമായിട്ട്. ഇതും സബ്ലിമേഷൻ കർവാണ്, സോളിഡ് എസ് മോണോക്ലിനിക്കും സൾഫർ വേപ്പറുമായിട്ട്. ഇതെന്ന് പറയുന്നത് വേപ്പറൈസേഷൻ കർവാണ്, സൾഫർ ലിക്വിഡും സൾഫർ വേപ്പർ. അതായത് ഇതിൽ ലിക്വിഡ്, this is liquid, this is totally gas phase, this is solid, this is solid, this is solid 1, this is solid 2. Okay, here also gas, continuous ആണ് gas. ഈ രീതിയിലാണ് വൺ കമ്പോണൻറ്റ് സൾഫറിൻ്റെ ഫേസ് ഡയഗ്രാം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഈ ഫസ്റ്റ് ട്രിപ്പിൾ പോയിൻ്റ് എവിടെയാണ് വരുന്നത്. ഈ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് 95.6 ഡിഗ്രി. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ട്രിപ്പിൾ പോയിൻ്റ് ഉണ്ട്, ആൻഡ് ദാറ്റ് കംസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 120 ഡിഗ്രി. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് ടെമ്പറേച്ചറാണ്, നോട്ട് ടു സ്കെയിൽ. അതായത് ഈ ഡിഫറൻസ് ഒന്നും നമ്മളിപ്പോൾ ഒരു നിശ്ചിത സ്കെയിലല്ല, നമുക്ക് ഈ എല്ലാ ഫിനോമിനനും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡിസ്റ്റൻസ് ഇപ്പോൾ 95.6 എന്ന ഇവിടം വരെ നമ്മൾ കണ്ടത്.
അതിൻ്റെ ഇരട്ടി ഇത് കഴിഞ്ഞിട്ട് 120 എന്ന് പറയുന്നത് ഇതൊരിക്കലും കമ്പയറബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സ്കെയിലല്ല, നോട്ട് ടു സ്കെയിലെന്ന് അത് പ്രത്യേകം ഓർക്കുക. നമ്മൾ സാധാരണ ഗ്രാഫ് വരയ്ക്കുന്ന പോലെയല്ല. ഇവിടെ പ്രഷറാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്, അവിടെയും നോട്ട് ടു സ്കെയിലാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ പ്രഷർ ഇൻ അറ്റ്മോസ്ഫിയേഴ്സ്, ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെയാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് ഇതിൻ്റെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്. നമ്മൾ നേരത്തെ ഡിസ്കഷനിൽ പറഞ്ഞു ഇതിലെ ഏത് ഏരിയ, ഇത് 1 കമ്പോണൻറ്റ് സിസ്റ്റമാണ്. സോ ഇവിടെ സി എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ, ഫേസ് റൂൾ ഇക്വേഷൻ എന്ന് പറയുന്നത് F = C - P+2. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതായത് എത്ര ഒരു സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് എത്ര വേരിയബിൾ അറിയണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് C ഈസ് ഓൾവേസ് 1 കമ്പോണൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഏരിയ ആണ്. സോ ഏരിയ ഞാൻ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇതൊരു ഏരിയ 1, ദെൻ ഇത് മറ്റൊരു ഏരിയ ആണ് ഏരിയ 2 ഇതിനുള്ളിൽ, ദെൻ ഇവിടെ ഏരിയ 3, ഇവിടെ ഏരിയ 4, 4 ഡിഫറെൻ്റ് ഏരിയ ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ എല്ലാ ഏരിയയിലും കമ്പണൻറ്റ് ഒന്നാണ്. ഈ ഓരോ ഏരിയയിലും നമുക്ക് ഒരു ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഫേസ് ഇൻ ഓൾ ഏരിയ, അതിങ്ങനെ വരുന്ന എല്ലാ ഏരിയയിലെയും ഒരു പോയിൻറ്റിനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പണൻറ്റ് 1 ആണ്. ഫേസ് എന്ന് പറയുന്നത് അവിടെ ഒരൊറ്റ ഫേസേ കാണും. ഇവിടെ വേപ്പർ ഫേസ് കാണും, ഇവിടെ ലിക്വിഡ് ഫേസ് കാണും, ഇവിടെ സൾഫർ മോണോക്ലിനിക് എന്ന് പറഞ്ഞ ഒരു ഫേസ് ഉണ്ടാവും, ഇവിടെ സൾഫർ റോംബിക് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം ഫേസ് 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിയുടെ വാല്യൂ അറിയാം, പിയുടെ വാല്യൂ അറിയാം. സോ എഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സി ഈസ് 1 - 1 - 1 + 2. 1 - 1 0 + 2 ദാറ്റ് ഈസ് 2. അപ്പോൾ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു പോയിൻറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ പ്രഷർ, കാരണം പ്രഷർ പറയുമ്പോൾ അതിന് പ്രഷറിൻ്റെ ഈ ഒരു വാല്യൂ പറഞ്ഞാൽ നമുക്ക് പല ടെമ്പറേച്ചറിലും ആ പ്രഷർ വരാം. അതുകൊണ്ട് പ്രഷറും ടെമ്പറേച്ചറും സ്പെസിഫൈ ചെയ്യണം. ഇവിടത്തുള്ള ഒരു പോയിൻറ്റ്, ഇവിടെയാണെങ്കിലും അതെ. ഇതിപ്പോൾ ഏരിയയിലുള്ള ഒരു പോയിൻറ്റിൻ്റെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്. സോ ഇറ്റ് ഈസ് എ ബൈ വേരിയൻറ്റ് പോയിൻറ്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതെങ്കിലും ഒരു കർവ്, ഫോർ എക്സാമ്പിൾ ഈ OA കർവ് നമ്മൾ എടുക്കണം, OA കർവ്. അതുപോലെ നിങ്ങൾക്ക് എന്താണ് OB കർവ് ഉണ്ട്, ദെൻ BE കർവ് ഉണ്ട്, BE കർവ് എടുക്കാം, ദെൻ BC കർവ് എടുക്കാം, ദെൻ OC കർവ് എടുക്കാം അല്ലേ. അതുപോലെ CD കർവ് എടുക്കാം, ആ CDയും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കർവുകളെല്ലാം എടുക്കുമ്പോൾ ആ കർവ്, ഈ ലൈനിൻ്റെ അപ്പുറം ഒരു ഫേസ് ഉണ്ട്, ഇപ്പുറവും ഒരു ഫേസ് ഉണ്ട്. അപ്പം നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് അവിടെ 2 ആണ്, C1 ആണ്. സോ എഫ് എന്ന് പറയുന്നത് എന്താണ്? C1 - 2 + 2, -2 + 2 0 ആയി. സോ F = 1. സോ ഈ കർവിലെല്ലാം ഡിഗ്രി എന്ന് പറയുന്നത് മോണോ വേരിയൻ്റ് ആണ്. ഇനി നമുക്ക് ട്രിപ്പിൾ പോയിൻ്റ് എടുക്കണ്ടേ. ട്രിപ്പിൾ പോയിൻറ്റിൽ ഇവിടെ സൾഫർ റോംബിക്, സൾഫർ മോണോക്ലിനിക്, സൾഫർ വേപ്പർ, 3 ഫേസസ് അവിടെയുണ്ട്. സോ നമുക്ക് എഴുതാം ട്രിപ്പിൾ പോയിൻ്റ്. ട്രിപ്പിൾ പോയിൻറ്റ്സ് നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് 3 ഫേസസ് ആണ്. സോ എഫ് വിൽ ബി കമ്പണൻറ്റ് 1 ആണ്. എഫ് = C - 3 + 2. സോ 1 - 3 - 2 - 2 + 2 that is 0. So at triple point it is 0 variant or the point is invariant. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. സോ ഇങ്ങനെ നമുക്ക് സൾഫർ സിസ്റ്റത്തിൻ്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കാവുന്നതാണ്. നമ്മൾ മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയം വാട്ടർ വരച്ചതുപോലെ ഈ കർവിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. പക്ഷേ ഈ ട്രിപ്പിൾ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ കേസിൽ ലിക്വിഡ് വാട്ടറും സോളിഡ് വാട്ടർ, ഐസും ലിക്വിഡും വേപ്പറും ഇക്വിലിബ്രിയത്തിലായിരുന്നതാണ്. പക്ഷേ ഇവിടെ വരുന്നത് ഏതൊക്കെയാണ്? സൾഫർ റോംബിക്കും സൾഫർ മോണോക്ലിനിക്കും അതിൻ്റെ വേപ്പറുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ വരുന്നതാണ്. അപ്പോൾ ആക്ച്വലി ഈ ഒരു ട്രിപ്പിൾ പോയിൻറ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സൾഫർ റോംബിക് ചേഞ്ചസ് ടു സൾഫർ മോണോക്ലിനിക്. സോ ദിസ് ഈസ് ആക്ച്വലി ദ ട്രാൻസിഷൻ പോയിൻ്റ് ഓഫ് സൾഫർ റോംബിക് ഓർ സൾഫർ മോണോക്ലിനിക്. അപ്പോൾ ഈ 2 ഫേസും ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഫസ്റ്റ് പോയിൻ്റാണ് ഇത്. ആദ്യത്തെ ട്രാൻസിഷൻ ഇവിടെയാണ്. പിന്നെ ഈ വേപ്പർ ഫേസ് ഇല്ലാതെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് സൾഫർ റോംബിക്കും സൾഫർ മോണോക്ലിനിക്കും ഈ ഒരു കർവിലൂടെ ട്രാൻസിഷൻ നടക്കും. സോ ദിസ് ഈസ് ദ ട്രാൻസിഷൻ കർവ് ഓഫ് സൾഫർ റോംബിക് ആൻഡ് സൾഫർ മോണോക്ലിനിക്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം.